എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീനിൽ മൊഡ്യൂൾ കട്ടർ ഉപയോഗിച്ച് ഒരു ഗിയർ കട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഈ കാണുന്ന ഒരു സ്ക്രൂഡ് മാൻഡലും ഗിയർ കട്ട് ചെയ്യാനുള്ള ബ്ലാങ്കുമാണ്. ഈ സ്ക്രൂഡ് മാൻഡലിലെ നട്ട് ഇളക്കി മാറ്റിയ ശേഷം ബ്ലാങ്കിനെ ഇതിലിട്ട് ടൈറ്റ് ചെയ്യണം. ഈ ബ്ലാങ്കിൽ കിട്ടുന്ന മാക്സിമം നമ്പർ ഓഫ് ടീത്ത് ഉള്ള ഗിയറാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനാദ്യം ബ്ലാങ്കിൻ്റെ ഡയമീറ്റർ ചെക്ക് ചെയ്യണം. പിന്നെ വേണ്ടത് ഗിയർ കട്ട് ചെയ്യുന്നത് ഏത് മൊഡ്യൂൾ കട്ടർ ഉപയോഗിച്ചു എന്നതാണ്. ഇവിടെ 2 മൊഡ്യൂൾ കട്ടറാണ് ഉപയോഗിക്കുന്നത്. ബ്ലാങ്കിൻ്റെ ഡയമീറ്റർ ചെക്ക് ചെയ്തപ്പോൾ 59 mm ആണ് കിട്ടിയത്. ഇതിൽ നിന്ന് നമ്പർ ഓഫ് ടീത്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. OD = n+2 × m. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീത്ത്, m മൊഡ്യൂൾ. അപ്പോൾ n = OD / m - 2. അങ്ങനെ 59 / 2 - 2 29.5 - 2. അപ്പോൾ ആൻസർ 27.5. നമ്പർ ഓഫ് ടീത്തിന് 27.5 ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് റൗണ്ട് ചെയ്ത് 27 ടീത്ത് ആക്കാം. ഇനി 27 ടീത്തിന് എത്ര mm ഔട്ട്സൈഡ് ഡയമീറ്റർ വേണമെന്ന് നോക്കാം. ഔട്ട്സൈഡ് ഡയമീറ്റർ OD = n+2 × m. 27 + 2 × 2 അങ്ങനെ 29 × 2 58 mm കിട്ടി. 58 mm OD കറക്റ്റ് ചെയ്താൽ അതിൽ 2 മൊഡ്യൂളിൻ്റെ 27 ടീത്ത് കട്ട് ചെയ്യാൻ കഴിയും. OD 58 mm ഫിനിഷ് ചെയ്യാൻ ലെയ്ത്തിൽ ടേൺ ചെയ്തെടുക്കാം. ലെയ്ത്തിൽ മാൻഡൽ ഉൾപ്പെടെ സെറ്റ് ചെയ്ത് 58 mm OD ഫിനിഷ് ചെയ്യുകയാണ്. ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. ബ്ലാങ്കിൻ്റെ 2 എൻഡുകൾ ചാംഫർ ചെയ്യണം. ചാംഫറിങ്ങും കഴിഞ്ഞു. ബ്ലാങ്കിനെ മാൻഡലോട് കൂടി തന്നെ ഇളക്കിയെടുക്കണം. ഈ കാണുന്നതാണ് ഇൻഡെക്സിങ് ഹെഡ് അഥവാ ഡിവൈഡിങ് ഹെഡ്. ഇതിൻ്റെ ഇൻഡെക്സ് ക്രാങ്കിൽ കറക്കുന്നതിനനുസരിച്ച് ഇൻഡെക്സിങ് ഹെഡിലെ ചക്ക് റൊട്ടേറ്റ് ആകുന്നു. ഇൻഡെക്സിങ് ക്രാങ്ക് 40 വട്ടം കറക്കുമ്പോഴാണ് ഇതിലെ ചക്ക് ഒരു ഫുൾ റൊട്ടേഷൻ കറങ്ങുന്നത്. ഇതിൽ വോം ആൻഡ് വേം വീൽ മെക്കാനിസമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻഡെക്സിങ് ക്രാങ്കിനെ കറക്കി ചക്കിനെ കറക്കാം, എന്നാൽ ചക്കിനെ റൊട്ടേറ്റ് ചെയ്ത് ഇൻഡെക്സ് ക്രാങ്കിനെ കറക്കാൻ കഴിയില്ല. ഈ ഇൻഡെക്സിങ് ഹെഡിനെ മില്ലിംഗ് മെഷീൻ ടേബിളിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മാച്ചിങ് ടെയിൽ സ്റ്റോക്ക് കൂടി ഉറപ്പിക്കാം. ഇൻഡെക്സിങ് ഹെഡ് ചക്കിനും ടെയിൽ സ്റ്റോക്കിനും ഇടയിലാണ് മാൻഡലിനെ സെറ്റ് ചെയ്യേണ്ടത്. ടെയിൽ സ്റ്റോക്കിനെ ടേബിളിൻ്റെ സെൻട്രൽ സ്ലോട്ടിൽ തന്നെ ഉറപ്പിക്കണം. ഇൻഡെക്സിങ് ഹെഡ് ഉറപ്പിച്ചിരിക്കുന്ന അതേ ലെവലിൽ. ഇനി മാൻഡലിനെ ഉറപ്പിക്കാം. മാൻഡലിൻ്റെ നട്ട് വരാത്ത ഭാഗം ചക്കിൽ വെച്ച് ടൈറ്റ് ചെയ്യുക. ടെയിൽ സ്റ്റോക്കിനെ കറക്റ്റ് ലെങ്തിൽ കൊണ്ടുവച്ച ശേഷം 2 എൻഡിലും ബോൾട്ട് ചെയ്യണം. മാൻഡലിൻ്റെ ഒരു എൻഡ് സെൻട്രഡിൽ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തെ മാച്ചിങ് ടെയിൽ സ്റ്റോക്കിൻ്റെ സ്പിൻഡിലിൽ വെച്ച് ടൈറ്റ് ചെയ്യാം. ടെയിൽ സ്റ്റോക്കിൻ്റെ പിന്നിലെ വീൽ കറക്കി ടൈറ്റ് ചെയ്യാം. ചക്കും നല്ലപോലെ ടൈറ്റ് ചെയ്യണം. ഗിയർ ചെയ്യുന്നതിന് വേണ്ടി ഓരോ ടീത്തും മില്ല് ചെയ്ത ശേഷം അടുത്ത ടീത്തിൻ്റെ പൊസിഷനിലേക്ക് വർക്കിനെ ഇൻഡെക്സ് ചെയ്യണം. അതിനകത്ത് ഇൻഡെക്സ് പ്ലേറ്റ് സെലക്ട് ചെയ്യണം. സാധാരണ ബ്രൗൺ ആൻഡ് ഷാർപ്പ് ഇൻഡെക്സ് പ്ലേറ്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അതിൽ 3 സെറ്റ് ഇൻഡെക്സ് പ്ലേറ്റ് ആണുള്ളത്. അതിൽ ഓരോന്നിലും 6 സർക്കിൾസ് ഓഫ് ഹോൾസ് ആണുള്ളത്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഹോൾസ് ഉള്ള ഇൻഡെക്സ് പ്ലേറ്റ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. ഇൻഡെക്സ് ക്രാങ്ക് മൂവ്മെൻറ്റ് = 40 / n. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീത്ത് ആണ്. ഇവിടെ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ഗിയറിന് 27 ടീത്താണ് ഉള്ളത്. അപ്പോൾ 40 / 27. അതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ 1 and 13 / 27 എന്ന് കിട്ടുന്നു. ഇതിൽ 1 എന്ന് പറയുന്നത് ഒരു ഫുൾ റൊട്ടേഷനും പിന്നെ 27 ഹോൾ സർക്കിളിൽ 13ാമത്തെ ഹോളിലേക്കാണ് ക്രാങ്ക് പിൻ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. 3 സെറ്റ് ഇൻഡെക്സ് പ്ലേറ്റിൽ പല നമ്പർ ഓഫ് ഹോൾസിൻ്റെ സെറ്റുകളാണ് ഉള്ളത്. അതിൽ 27 ഹോൾസ് ഉള്ള പ്ലേറ്റ് ഉണ്ടോ എന്ന് നോക്കാം. രണ്ടാമത്തെ സെറ്റിൽ 27 ഹോൾസ് ഉണ്ട്. ആ പ്ലേറ്റിനെ സെലക്ട് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഉള്ള പ്ലേറ്റ്സ് ഉണ്ടാകണമെന്നില്ല. ഉദാഹരണത്തിന് 40 / n കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1 and
3/11 കിട്ടിയെന്ന് കരുതുക. 11 ഹോൾസുള്ള ഇൻഡെക്സ് പ്ലേറ്റ് ഇല്ല. 3/11 ഒരേ സംഖ്യ കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്ത് ഇൻഡെക്സ് പ്ലേറ്റിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് എത്തിക്കാം. അപ്പോൾ 3/11 3 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 9/33 കിട്ടി. 33 ഹോളുള്ള പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ അതിനെ സെലക്ട് ചെയ്യാം. ഇതൊരു എക്സാമ്പിളിന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഈ ഗിയർ കട്ട് ചെയ്യാനായിട്ട് കിട്ടിയത് 13/27 ആണ്. ഇതിൽ 27 ഹോൾസുള്ള പ്ലേറ്റിനെ സെലക്ട് ചെയ്തു. അതിനെ ഇൻഡെക്സിങ് ഹെഡിൽ സെറ്റ് ചെയ്യാം. ആദ്യം ഇൻഡെക്സ് ക്രാങ്കിനെ ഇളക്കിയെടുക്കുകയാണ്. ഇതാണ് ഇൻഡെക്സ് ക്രാങ്ക്. ഇതിനെ ഇളക്കി മാറ്റി ഇനി ഇൻഡെക്സ് പ്ലേറ്റിനെ അഴിച്ചെടുക്കുകയാണ്. 3 അലൻ സ്ക്രൂവിനെ മാറ്റി രണ്ടാമത്തെ പ്ലേറ്റ് സെറ്റ് ചെയ്യാണ്. ഈ പ്ലേറ്റിലാണ് 27 ഹോൾസ് ഉള്ളത്. ഇൻഡെക്സ് പ്ലേറ്റ് സെറ്റ് ചെയ്തു. അടുത്തത് ഇൻഡെക്സ് ക്രാങ്കിനെ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ പല സെറ്റ് ഓഫ് ഹോൾസ് ഉണ്ട്. അതിൽ 27 ഹോൾസ് വരുന്ന സെറ്റിൽ തന്നെ ഇൻഡെക്സ് പിന്ന് വീഴുന്ന വിധത്തിൽ സെറ്റ് ചെയ്യണം. ഇൻഡെക്സ് പിന്ന് സ്പ്രിംഗ് ലോഡഡ് ആണ്. ഹോളിൻ്റെ നേർക്ക് കൊണ്ടുവരുമ്പോൾ ഹോളിൽ അകത്തേക്ക് പിൻ കയറി കിടക്കും. ഇപ്പോൾ ഇൻഡെക്സ് പ്ലേറ്റും ഇൻഡെക്സ് ക്രാങ്കും സെറ്റ് ആയിരിക്കുകയാണ്. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന കട്ടറാണ് മൊഡ്യൂൾ കട്ടർ. 2 മൊഡ്യൂളിൻ്റെ കട്ടറാണ്. 90 RPMലാണ് കട്ടറിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം വർക്കിൻ്റെ സെൻറ്ററിൽ കട്ടർ വരുന്ന വിധത്തിൽ വർക്കിനെ അഡ്ജസ്റ്റ് ചെയ്യണം. Y ആക്സിസ് ഡയറക്ഷൻ ആദ്യം നോക്കുമ്പോൾ ഏകദേശം സെൻറ്ററിൽ വരുന്ന വിധത്തിൽ എത്തിക്കുക. നീ എലിവേറ്റിംഗ് സ്ക്രൂ ഹാൻഡിൽ കറക്കി വർക്കിനെ കട്ടറിൽ ടച്ച് ചെയ്യുക. അതിനുശേഷം Y ആക്സിസ് ഡയറക്ഷന് 2 ഭാഗത്തേക്കും വർക്കിനെ നീക്കുക. അപ്പോൾ ബ്ലാങ്കിൽ കട്ടറിൻ്റെ ഒരു അടയാളം വീഴും. ആ അടയാളത്തിൻ്റെ സെൻറ്ററിൽ കട്ടർ വരുന്ന വിധം വർക്കിനെ കൊണ്ടുവരിക. വർക്കിൻ്റെ സെൻറ്ററിൽ തന്നെ കട്ടർ വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കട്ടർ വർക്കിൻ്റെ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞു. ഇതല്ലാതെ പല മെത്തേഡുകളും മില്ലിംഗ് കട്ടറിനെ സെൻറ്ററിലാക്കാൻ ഉപയോഗിക്കുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ട്രൈ സ്ക്വയർ ഉപയോഗിച്ചും ആക്യുറേറ്റ് ആയിട്ട് മില്ലിംഗ് കട്ടറിനെ വർക്കിൻ്റെ സെൻറ്ററിൽ ആക്കാൻ കഴിയും. ഇനി ടേബിളിനെ വീണ്ടും താഴ്ത്തിയ ശേഷം വർക്കിൻ്റെ മറ്റൊരു ഭാഗത്ത് കട്ടറിനെ വീണ്ടും ടച്ച് ചെയ്യുക. ഡെപ്ത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. കട്ടർ വർക്കിൽ ടച്ച് ചെയ്ത ശേഷം വർക്കിനെ ടേബിൾ വീൽ കറക്കി മുന്നിലേക്ക് മാറ്റുക. X ആക്സിസ് ഡയറക്ഷനിൽ. എലിവേറ്റിംഗ് സ്ക്രൂ ഹാൻഡിലെ കോളറിൽ 0 സെറ്റ് ചെയ്യുക. ഇവിടെ 2.25 ഇൻറ്റു മൊഡ്യൂളാണ് ഡെപ്ത് ഓഫ് കട്ട്. 2.25 ഇൻറ്റു 2 = 4.5 mm ആണ് ഡെപ്ത് ഓഫ് കട്ട്. ഈ മെഷർമെൻറ്റിലേക്ക് കോളറിലെ റീഡിങ് നോക്കി ടേബിളിനെ ഉയർത്തിക്കൊണ്ടുവരണം. 4.5 mm ഡെപ്ത് സെറ്റായി. ഇൻഡെക്സ് പ്ലേറ്റിൽ ഇൻഡെക്സ് പിന്ന് കറക്റ്റായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷന് കറക്കി സെറ്റ് ചെയ്യണം. അതോടൊപ്പം ആ ഹോളിൽ നിന്ന് വലത്തോട്ട് 13ാമത്തെ ഹോള് മാർക്ക് ചെയ്യുക. കട്ടർ ഓണാക്കിയ ശേഷം ടേബിൾ വീലിൽ കറക്കി വർക്കിനെ കട്ടറിലേക്ക് ഫീഡ് ചെയ്യുക. ഫസ്റ്റ് സ്ലോട്ട് മില്ല് ചെയ്യുകയാണ്. അപ്പ് മില്ലിങ്ങിലാണ് ഇത് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്ലോട്ട് കംപ്ലീറ്റ് ആയി. കട്ടറിനെ ഓഫ് ചെയ്യാതെ തന്നെ വർക്കിനെ വീണ്ടും ഇപ്പുറത്ത് കൊണ്ടുവരിക. അടുത്ത കട്ടും അപ്പ് മില്ലിങ്ങിൽ തന്നെ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വർക്ക് കട്ടറിൽ നിന്ന് മാറിയ ശേഷം ഇൻഡെക്സിങ് ചെയ്യാം. ക്രാങ്ക് പിന്നെ പിറകിലേക്ക് വലിച്ച ശേഷം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കണം. ഇൻഡെക്സിങ് നമ്പർ 1 and 13/27 ആണ്. അതിൽ 1 എന്ന് പറയുന്നത് ഒരു ഫുൾ റൊട്ടേഷനാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫുൾ റൊട്ടേഷൻ കറക്കുക. അതിനുശേഷം വീണ്ടും അതേ ഡയറക്ഷനിൽ തന്നെ മാർക്ക് ചെയ്തിരിക്കുന്ന 13ാമത്തെ ഹോളിൽ ക്രാങ്ക് പിന്നിടുക. അതോടൊപ്പം തന്നെ ആ ഹോളിൽ നിന്ന് അടുത്ത 13ാം നമ്പർ ഹോളും മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ സ്ലോട്ട് മില്ലിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ സ്ലോട്ടും കട്ട് ചെയ്ത ശേഷം പഴയതുപോലെ വർക്കിനെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇപ്പോൾ ഗിയറിൻ്റെ ഫസ്റ്റ് ടീത്ത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വീണ്ടും പഴയ പോലെ ഇൻഡെക്സ് ചെയ്ത് മാർക്ക് ചെയ്ത് ഹോളിലേക്ക് ക്രാങ്ക് പിന്നെ ഇടുക.
അടുത്ത 13-ാം നമ്പർ ഹോൾ മാർക്ക് ചെയ്യുക. പഴയ മാർക്കിങ്ങുകൾ മായ്ച്ചു കളയണം. ഇതുപോലെ ഇൻഡെക്സ് ചെയ്ത് ഗിയർ കംപ്ലീറ്റ് കട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇൻഡെക്സിന് വേണ്ടി ഇൻഡെക്സ് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉദാഹരണത്തിന് ക്ലോക്ക് വൈസ് ഡയറക്ഷന് കറക്കി ഇൻഡെക്സ് ക്രാങ്ക് പിന്നെ ഇൻഡെക്സ് പ്ലേറ്റിലെ മാർക്ക് ചെയ്തിരിക്കുന്ന ഹോളിനെ കഴിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ കഴിഞ്ഞു പോയാൽ അതിനുശേഷം ആൻറ്റി ക്ലോക്ക് വൈസിൽ കറക്കി തിരികെ മാർക്ക് ചെയ്തിരിക്കുന്ന ഹോളിൽ കൊണ്ടുവന്ന് ഇടരുത്. അങ്ങനെ ചെയ്ത ബാക്ക്ലാഷ് എഫക്റ്റ് ഉണ്ടാവുകയും വർക്ക് തെറ്റിപ്പോകാനും കാരണമാകുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്ന് നോക്കാം. അങ്ങനെ ഹോൾ കഴിഞ്ഞ് ഇൻഡെക്സ് ക്രാങ്ക് പിൻ പോയാൽ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇൻഡെക്സ് ക്രാങ്കിനെ ഒരു ഫുൾ റൊട്ടേഷൻ കറക്കിയ ശേഷം വീണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കി കറക്റ്റ് ഹോളിൽ തന്നെ പിന്നിന് ഇടണം. അങ്ങനെ ചെയ്യുമ്പോൾ ബാക്ക്ലാഷ് എഫക്റ്റ് ഇല്ലാതാവുകയും വർക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാനും കഴിയും. സെക്ടർ ആമിനെ സെറ്റ് ചെയ്തുകൊണ്ടും ഇൻഡെക്സിങ്ങിനെ ഈസിയാക്കാൻ കഴിയും. റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും മാർക്ക് ചെയ്യുന്ന ഹോളിൻ്റെ എണ്ണവും കറക്റ്റ് ആണെങ്കിൽ കൃത്യമായ അളവിൽ തന്നെ ഗിയർ മില്ല് ചെയ്ത് കിട്ടുന്നു. സ്മൂത്തായ കട്ടിങ്ങിന് കൂളൻ്റ് കൊടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് ടീത്ത് കട്ട് ചെയ്യുകയാണ്. ഈ കട്ട് ഫിനിഷ് ചെയ്യുന്നതോടെ ഗിയർ കട്ടിങ് ഫിനിഷ് ആവുകയാണ്. ഇപ്പോൾ ഗിയർ ഫിനിഷ് ആയിരിക്കുകയാണ്. മെഷീൻ ഓഫ് ചെയ്തു. ടൈൽ സ്റ്റോക്കിനെ മാറ്റി ചക്കിൽ നിന്ന് മാൻഡലിനെ അഴിച്ചെടുത്തു. ഇനി ഗിയറിനെ മാൻഡലിൽ നിന്നും അഴിച്ചെടുക്കുകയാണ്. ഒരു വയസ്സിൽ സെറ്റ് ചെയ്ത ശേഷം നട്ടിനെ ലൂസ് ചെയ്യാം. ഈ ഗിയറിൻ്റെ ബർസൊക്കെ ഫയൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. 2 മൊഡ്യൂളിൻ്റെ 27 ടീത്തുള്ള ഒരു സ്പർ ഗിയർ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇത്രയുമാണ് ഗിയർ കട്ടിങ്ങിനെ കുറിച്ച് പ്രധാനമായും പറയാനുള്ളത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.